നമ്മുടെ ദില്ലിയുടെ പേര് മാറ്റി ഇന്ദ്രപ്രസ്ഥം എന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിരിക്കുന്നു BJP MP. റെയിൽവേ സ്റ്റേഷന്റെയും വിമാനത്താവളത്തിന്റെയും പേര് മാറ്റണമെന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആരാണെന്നറിയുമോ? പ്രവീൺ ഖണ്ഡേൽവാളിന്റെ കത്തിലാണ് ആവശ്യം. സാംസ്കാരിക ചരിത്ര ഘടകങ്ങൾ പരിഗണിച്ച് പേര് മാറ്റണമെന്നാണ് MP ആവശ്യപ്പെടുന്നത്. നോബൽ ബാരിക്കാരൻ, ഇനി നമ്മൾ ദില്ലി മാറ്റി ഇന്ദ്രപ്രസ്ഥയാക്കാനാണോ MPയുടെ ആഗ്രഹം? ബാക്കിയെല്ലാം മാറിയല്ലേ? അരുൺ, നോബൽ മാരിക്കാരൻ ഇന്ദ്രപ്രസ്ഥ എന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്താണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ദില്ലിയുടെ പേര് മാറ്റി ഇന്ദ്രപ്രസ്ഥ എന്ന് ആക്കണം എന്ന് പല കോണുകളിൽ നിന്ന് ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ ഇവിടുത്തെ ചാന്ദിനി ചോക്കിലെ MP പ്രവീൺ ഖണ്ഡേവാൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇന്ദ്രപ്രസ്ഥ എന്ന് ആക്കണം ദില്ലിയുടെ പേര് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഒരു കത്തും അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓൾഡ് ദില്ലി റെയിൽവേ സ്റ്റേഷന്റെ പേര് ഇന്ദ്രപ്രസ്ഥ ജംഗ്ഷൻ എന്നാക്കണം. ഒപ്പം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പേര് ഇന്ദ്രപ്രസ്ഥ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നത്. കാരണമായി അദ്ദേഹം പറയുന്നത് മഹാഭാരത കാലഘട്ടത്തിൽ പാണ്ഡവർ അവരെ തലസ്ഥാനമായി കണ്ടിരുന്നത് ഈ ദില്ലിയാണ്. ഇന്ദ്രപ്രസ്ഥ നഗരം ഉണ്ടാക്കിയത് ദില്ലിയിലാണ്. അത് വളരെ പൗരാണികമായ നഗരവും ഒപ്പം സമ്പന്നമായ നഗരവുമായിരുന്നു. ആ പശ്ചാത്തലത്തിൽ പാരമ്പര്യമൊക്കെ കാത്തുസൂക്ഷിക്കണമെങ്കിൽ ഇന്ദ്രപ്രസ്ഥ എന്ന പേര് ദില്ലിക്ക് ഇടണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. നേരത്തെ VHP ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്താണെങ്കിൽ അതിനു പിന്നാലെയാണ് BJPയുടെ സിറ്റിംഗ് MP കൂടി ഈ ആവശ്യം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഒരുപാട് റോഡുകളുടെയൊക്കെ പേര് ദില്ലിയിൽ മാറിയിട്ടുണ്ട്. BJP സർക്കാർ ദില്ലിയിൽ അധികാരത്തിൽ വന്നതിന് ശേഷവും പേരുകൾ മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പേര് മാറ്റുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം പഴയ ബോംബെ മുംബൈയായി, അതോടൊപ്പം തന്നെ അത് മദ്രാസ് ചെന്നൈയായി മാറി. അത്തരത്തിൽ പല നഗരങ്ങളുടെ പേര് ഇതുപോലെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ദില്ലിയുടെ പേര് മാറി ഇന്ദ്രപ്രസ്ഥ എന്ന് ആകുന്ന വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് BJP MP പറയുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അത് മാത്രമല്ല, അദ്ദേഹം റെയിൽവേ മന്ത്രി ഒപ്പം വ്യോമയാന മന്ത്രി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർക്കും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം പാണ്ഡവരുടെയൊക്കെ പ്രതിമകൾ ദില്ലിയിൽ ഉടനീളം സ്ഥാപിക്കണം എന്ന ആവശ്യവും ഈ MP എന്താണെങ്കിലും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അരുൺ, ഓക്കെ, അപ്പോൾ ഇനി നോബലൊക്കെ പിയാസുലൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമോ? പിയാസുലിൽ ഫ്രം ഇന്ദ്രപ്രസ്ഥ എന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ്. ഇതൊക്കെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ. അങ്ങനെ അത് ഡൽഹിയുടെ പേരൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ മാറാൻ കഴിയുമോ? അല്ലേ? തലസ്ഥാനം തുഗ്ലക്കിലേക്ക് മാറ്റിയ ഒരു കക്ഷിയെക്കുറിച്ച് തലസ്ഥാനം ദൗലത്താബാദിലേക്ക് മാറ്റിയ തുഗ്ലക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പേര് മാറിയത് കൊണ്ട് എന്ത് മാറാനാണ്, അല്ലേ?